എനിക്ക് വേണ്ടി വികാരത്തിന് അടിമപ്പെടാതെ, അന്യ പെണ്ണിനോട് വ്യഭിചാരത്തിന് പോകാതെ, അന്യ പെണ്ണിനോട് കമന്റ് അടിക്കാൻ പോകാതെ, അല്ലാഹുവാകുന്ന എനിക്ക് വേണ്ടി വികാരത്തിനെ പിടിച്ചു വെച്ച ചെറുപ്പക്കാരാ, വൽമുബ്ദിലു ശബാബഹു മിൻ അജലി, എന്റെ ആവശ്യത്തിന് വേണ്ടി, എന്റെ ദീനിന് വേണ്ടി, എന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യുവത്വത്തിനെ ചെലവഴിച്ച യുവത്വമേ, അല്ലാഹു തആല പറയുന്ന നിങ്ങൾ എന്റെ അടുക്കൽ എന്റെ ചില മലക്കുകളെ പോലെയാ, നിങ്ങൾ എനിക്കുള്ള ഒരു മലക്കുകളെ പോലെയാ, എനിക്ക് വഴിപ്പെടുന്ന മലക്കുകൾക്ക് തുല്യമാ നിങ്ങളല്ലോ. ഓ എന്റെ പൊന്നുമോനെ, നമ്മളെ കുറിച്ചാ അല്ലാഹു തആല പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. മഹാനായ യസീദ് ഇബ്നു മൈസർ തങ്ങള് അസ്സുഹുദ് വറഖായിഖ് പോലോത്ത ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം. ഓ എന്റെ പൊന്നുമോനെ, തെറ്റുകളിൽ നിന്ന് മാറി നിന്നാ, കുറ്റങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചാ, വേണ്ടാധീനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും അല്ല പറഞ്ഞ വിശേഷണം എന്തെന്നറിയോ? മോനെ കബഅലിൽ മലായിക, അല്ലാഹു തആലയുടെ ചില മലക്കുകൾക്ക് തുല്യമാണ്. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു മൈസറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, മറ്റേത് സംഘടനകളിൽ നിന്നും മാറി നോക്കിയാൽ, അവരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, അതിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ശൈലിയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന സംഘടന മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് അവറുകൾക്കും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ മുഹമ്മദ് മുസ്താദ് അവറുകൾക്കോ സിഎംഎൽ മടവൂർ തങ്ങളെ പൊരുത്തത്തോടുകൂടെ കൈമാറിയ നമ്മുടെ സംഘടനയിൽ അടിയുറച്ചു നിൽക്കുന്നവനായ ഒരു യഥാർത്ഥ എസ്എസ്എഫുകാരനായാൽ, ഒരു യഥാർത്ഥ എസ്വൈഎസ്കാരനായാൽ, അവരെ കുറിച്ച് യസീദ് ഇബ്നു മൈസറ തങ്ങൾ പറയുന്നത്, അയ്യുഹശാബ് താരിഖു ശഹവതഹു അല്ലാഹുവെന്ന എനിക്ക് വേണ്ടി വികാരത്തിന് ഒഴിവാക്കിയ ചെറുപ്പക്കാർ, അൽമുബ്ദിലു ശബാബഹു മിൻ അജലി എനിക്ക് വേണ്ടി യുവത്വത്തിന് ചെലവഴിച്ച ചെറുപ്പക്കാരൻ, അൻത ഇന്ദീ കബഅലിൽ മലായിക നിങ്ങൾ എനിക്കുള്ള ചില മലക്കുകളെ പോലെയാണ്. അതുകൊണ്ടെന്നെ മുഅ്മിനീങ്ങളെ, നമ്മളെ സാധാരണഗതിയിൽ ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഔലിയാക്കൾ തന്നെ റബ്ബിനോട് പറഞ്ഞാലോ അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ ഔലിയാക്കളെ കുറിച്ച് പറയാറുണ്ട്. മുടിയട കുത്തികിടക്കുന്ന കുറെ ആളുകളോ, കീറിപ്പറിഞ്ഞ വസ്ത്രധാരണയുമായി നമ്മളെ മുമ്പിലേക്ക് വരുന്ന ചില മുത്തഖീങ്ങളായ അടിമകള്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ, ഔലിയാക്കളെ റബ്ബിനോട് എന്ന് പറഞ്ഞാലോ അതവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനോട് തുല്യമായൊരു വാക്ക് ബഹുമാനപ്പെട്ട ഉത്ബത്ത് ഇബ്നു അബ്ദ് റളിയല്ലാഹു തആല പറയുന്നത് നോക്കൂ, ഇന്ന ശാബൽ മുഅ്മിന ലൗ യഖസിമു അലല്ലാഹി ലഅബറഹു അല്ലാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യുവ സുഹൃത്തുക്കൾ, നല്ല ദീനി യുവാക്കൾ, അല്ലാഹനെ ഭയപ്പെടുന്ന യുവാക്കൾ, ഇന്ന ശാബൽ മുഅ്മിന ഒരു സത്യവിശ്വാസിയായ യുവാവ് ലൗ യഖസിമു അലല്ലാഹി ലഅബറാ, യുവാക്കളെ റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഉത്ബത്ത് ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹു. ഓ എന്റെ
പൊന്നുമോനെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണോ? നല്ലവരായി ജീവിച്ചാൽ നിങ്ങൾ ദുആ ചെയ്താൽ അതിന് ഫലമാ. അതുകൊണ്ടാ സാഹിത്യോത്സവത്തിന് സംഭാവന കൊടുക്കാൻ പറഞ്ഞത്. അതിനാ യുവക്കളാകുന്ന നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള SSFന്റെ ചെറുപ്പക്കാർ നല്ല വല്ല പരിപാടിയും സംഘടിപ്പിക്കുമ്പോ അതിന് സംഭാവന കൊടുക്കാൻ പറഞ്ഞത് എന്തിനാ? ദീനിനെ ബഹുമാനിക്കുന്ന, അല്ലാഹുവിനെ ആദരിക്കുന്ന, ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരിൽ നിന്ന് റബ്ബിനെ ഭയപ്പെടുന്നവനാണോ? ഒരു സത്യവിശ്വാസിയായ യുവാവ് അവരെ റബ്ബിനോട് ദുആ ചെയ്താൽ അതിന് ഉത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ നമുക്ക് ധൈര്യപ്പെടാലോ, എന്റെ ഉമ്മമാരെ നമുക്ക് സമാധാനിക്കാലോ. പല ആളുകളും കളിക്ക് പിന്നാലെ പോകുമ്പോ, പല ആളുകളും സിനിമയ്ക്ക് പിന്നാലെ പോകുമ്പോ, പല ആളുകളും സർക്കസിന്റെ പിന്നാലെ പോകുമ്പോ അതെല്ലാം അല്ലാഹു തആല നിരോധിച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കി മാറി നിന്നുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ ആമീൻ പറയുന്നുണ്ട് കേട്ടോ. അവര് ചോദിച്ചാൽ അല്ലാഹു തആല ഉടനടി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉത്ബ ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹുവേ നീ പൂർണ്ണമായി ഇജാബത്ത് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, നന്മയിലേക്ക് നമ്മൾ മുന്നിട്ട് വരണം. മലായികത്തിന്റെ ബഹുമാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിശേഷണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ അതേ വിശേഷണത്തിലേക്ക് ചെറുപ്പക്കാരാ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഓടിയടുത്ത് ദീനിലേക്ക് മാറി ചിന്തിക്കേണ്ടതില്ല. നാളേക്ക് നീട്ടേണ്ടതില്ല. യാ ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി തങ്ങൾ പറഞ്ഞതുപോലെ, ഓ എന്റെ പൊന്നുമക്കളെ, യുവ സുഹൃത്തുക്കളെ, ഇയ്യാകും വത്തസ്വീഫ് സൗഫ അഫ്അലു നാളെയാവാമില്ല എന്ന് പറഞ്ഞ് നാളേക്ക് നീട്ടിവെക്കുന്ന കാലത്ത് നിങ്ങൾ വല്ലാതെ പേടിച്ചോളൂ. കാരണം അത് ഇബ്ലീസിന്റെ പണിയാണ്. ഇബ്ലീസിന്റെ സൈന്യത്തിൽ നിന്നൊരു സൈന്യമാണ്. ബഹുമാനപ്പെട്ട അബുൽ ജിൽദ് തങ്ങൾ പറയുന്നു, വജദു തസ്വീഫ ജുന്ദം മിൻ ജുനൂദി ഇബ്ലീസ്. ഇന്നല്ല അടുത്ത ആഴ്ച, ഇനി അടുത്ത വർഷമാവട്ടെ. ഇന്ന് ഏതായാലും ഇങ്ങനെ ആയില്ലെങ്കിൽ നാളെ ആക്കാം. ഇങ്ങനെ ഓരോ ദിവസവും നാളെ 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 എന്ന് പറഞ്ഞ് മറ്റൊരു ദിവസത്തിലേക്ക് നീട്ടിവെക്കുക എന്നത് അത് ഇബ്ലീസിന്റെ സൈന്യത്തിൽ നിന്നൊരു സൈന്യമാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ജിൽദ്. നാളേക്ക് നീട്ടിവെക്കാൻ ഒരു ധൈര്യവും നമുക്കില്ല. കാരണം മനുഷ്യ, നീ എല്ലാം പണയം വെച്ചവനാണ്. നീ പണയം വെച്ചവനാണ്. എന്തിനാ നിങ്ങളെ പണയം വെച്ചതെന്നോ? അതേ നാളേക്ക് വേണ്ടി നീക്കിവെക്കുക എന്നൊരു പ്രവർത്തനത്തിലേക്ക് പണയം വെക്കപ്പെട്ടവനാണ് നീ. ഞാൻ ഇങ്ങനെയൊന്ന് ആയിരുന്നുവെങ്കിൽ, എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, ഇങ്ങനെ കിട്ടാത്തത് ആഗ്രഹിക്കുന്നതിലേക്ക് മനുഷ്യ, നിങ്ങൾ മുഴുവനും പണയം വെക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നാശമുള്ളതോ ഇന സൗഫി വല്ലൈ. നാളേക്ക്
തലയൊക്കെ നീട്ടിവെക്കുന്നതിലാണ് മനുഷ്യന്റെ നാശമുള്ളത്. ഇല്ല, നീട്ടിവെക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം നമ്മുടെ ഉമ്മായിയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുതൽ നമ്മുടെ ആയുസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നവരാണ്, നമ്മുടെ സ്വന്തം വയസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നവരാണ്. എന്നു മുതലാ നമ്മളെ നാശകാരികളായതെന്നറിയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണത് മുതൽ അഹ്മദ് ബിൻ മസ്റൂഖ് തങ്ങൾ പറഞ്ഞതുപോലെ അന്ത ബിഹദ അതൊക്കെ വരും. എന്നാ പിന്നെ ഓൽക്ക് ഓർക്കില്ല. കഴിഞ്ഞ റമദാനില്, ഈ റമദാന് മുമ്പത്തെ റമദാൻ ലോകകപ്പില്ല. ഞാനൊക്കെ അങ്ങനെ ആലോചിച്ചു, മഹാന്മാരെങ്ങനെ ഉറക്കം ഒഴിവാക്കി? ഇവിടുത്തെ കുട്ടികളെ കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാ ഉറക്കം ഒഴിവാക്കി. ഓലിരിക്കന്നല്ല, ഹയാത്തല്ലേ എല്ലാ ദിവസവും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പത്തിലേനെ ഹയാത്താക്കാൻ. ഫുട്ബോളാണ് വന്നപ്പോ കുട്ടികൾക്ക് പിന്നെ ആദ്യത്തെ പത്തിലും അവസാനത്തെ പത്തിലും നടുവത്തെ പത്ത് ഫുള്ള് ഹയാത്താക്കാൻ. കാരണം ലൈലത്തുൽ ഖദർ ഇങ്ങനെ കാണല്ലേ. നെയ്മറിന്റെ ടൗസർമ നോക്കിയിട്ടാ ലൈലത്തുൽ ഖദർ നോക്കണേ. എവിടുന്നാ നിങ്ങൾക്കൊക്കെ ലൈലത്തുൽ ഖദർ? നമ്മളെ കാക്കട്ടെ. റമദാൻ പിരിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും ബേജാറ്. പഠിച്ചോനെ റമദാൻ പോവല്ലേ, ഇനി അടുത്ത റമദാൻ ഞാൻ ഉണ്ടാവും എല്ലാവർക്കും ബേജാറ്. ഒരു ചെറുക്കൻ അതൊന്നുമല്ല വിഷമം. ഓന്റെ വിഷമം താരങ്ങള് മെസ്സി കളിയിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളടത്ത് ഓന്റെ വിഷമം. റമദാൻ വിരമിക്കുന്ന ഒരു ചർച്ച ഓനില്ല. അള്ളാഹു നമ്മളെ സമുദായത്തെ കാക്കട്ടെ. ഞാൻ പൈക്കൊന്നും പോകല്ല. റമദാൻ ഏതായാലും കഴിഞ്ഞില്ല. അടുത്ത റമദാൻ നിങ്ങൾ നല്ലപോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. രാത്രി ദീർഘമായ സമയമാണ്. രാത്രി പകല പോലെയല്ല, ദീർഘമായ സമയമാണ് രാത്രി. അതുകൊണ്ട് ഫലാ തുഫസ്സിറുഹു ബിമനാമിക, ഉറങ്ങിയിട്ടില്ല രാത്രിയെ നീ ചുരുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സ്കൂളില്ലെങ്കിൽ പിന്നെ ഉറക്കു തന്നെയാ. സുബ്ഹാനല്ലാഹ്, 1 മണി 2 മണി വരെ ഗെയിം കളിച്ച് സമയം കളയുന്നവര്, നെറ്റിലേക്ക് നോക്കി സമയം കളയുന്നവര്, പിന്നീട് അവൻ എണീക്കുന്നത് എപ്പോഴാ? ളുഹറിന്റെ സമയത്തല്ലോ. ഓ എന്റെ പൊന്നുമോളെ, നിന്നോട് കൂടെയാ ഈ പറയുന്നത്. വലാ തുഫസ്സിറുഹു ബിമനാമിക, നിന്റെ രാത്രിയെ നീ ഉറങ്ങിയിട്ട് സമയം കുറക്കാൻ പാടില്ല. എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറയുന്നതെന്താ? പകല് മുഴുവനും ശുദ്ധമായതാ, പകല് മുഴുവനും ശുദ്ധമായതാ. വലാ തുദന്നിസുഹു ബിആസാമിക, ആ ശുദ്ധമായ പകലിനെ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നീ മ്ലേച്ഛപ്പെടുത്താൻ പാടില്ലോ എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ശുദ്ധമായ പകലിനെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നീ മ്ലേച്ഛമാക്കരുത്, നീ അഴിക്കാക്കരുത്. രാത്രി ദീർഘമായതാണെങ്കിൽ അതിനെ ഉറങ്ങിയിട്ട് ചിലവഴിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മക്കളെ, നമ്മൾ ആലോചിച്ചോടണം ഓരോ ദിവസങ്ങളോ. ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അർഹതായതുകൊണ്ട് പറയുകയല്ല. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്ന ലോകത്ത് വെച്ച് ഹബീബായ നബി തങ്ങളോട് ഇബ്രാഹിമിന് അദ്ഹം തങ്ങളൊരു ഉപദേശം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന് അദ്ഹം തങ്ങളോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? മനിസ്തഫാ യൗമാ ഫഹുവ മഗ്ബൂൻ. മനിസ്തഫാ യൗമാ ഫഹുവ മഗ്ബൂൻ. ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ, ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ ഫഹുവ മഗ്ബൂൻ, അവൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നിബിതങ്ങൾ പറയുന്നു ഒരാളുടെ 2 ദിവസം, ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും രണ്ടും ഒരുപോലെ, ഒരു മാറ്റമല്ല. ഇന്നലെ ചെയ്തതൊക്കെ ഓൻ ഇന്നും ചെയ്തിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഇന്നലെയും ഇന്നും രണ്ടും ഒരുപോലെയായാൽ അവന്റെ വയസ്സിനൊന്ന് ചിന്തിച്ചുകൊണ്ടൊരു ആയുസ് കുറഞ്ഞല്ലോ, എന്തൊരു സെക്കൻഡ് കുറഞ്ഞല്ലോ, എന്തൊരു വയസ്സ് കുറഞ്ഞല്ലോ. ഈ ഒരു ആലോചനയില്ലാതെ ഇന്നലത്തെ ജീവിതം തന്നെയാ ഇന്ന് നിനക്കുള്ളടോ. ഇന്നലെ നീ കണ്ടത് 3 സിനിമയാണെങ്കിലോ അത് തന്നെയാ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നടോ. ഇന്നലെ 4 പെണ്ണിനെയാ നീ കമന്റ് അടിച്ചത്, ഇന്നും അതുപോലെ തന്നെ 4 പെണ്ണിന്റെ പിന്നാലെയാ കമന്റിന് പോയത്. ഒരാളുടെ 2 ദിവസം ഒരുപോലെയായാൽ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ടോ ഇബ്രാഹിമിന് അദ്ഹന്നങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുകയാണ്, ഇന്നലേക്കാൾ ഇന്ന് മോശമായാൽ, ഇന്നലേക്കാൾ ഇന്ന് മോശമായാൽ അവന് ശപിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റുകളാണ് ഇന്ന് ചെയ്തത്. ഇന്നലെ മോശമായ ചാറ്റിങ്ങിനേക്കാൾ മോശമായതായി എന്ന് പറയുന്നുവെങ്കിൽ ഇങ്ങനെ ഇന്നലത്തേക്കാൾ ഇന്ന് മോശമായവനായാൽ അവന് ശപിക്കപ്പെട്ടവനാണ്. തന്റെ ജീവിതത്തിൽ വരുന്ന പോരായ്മകളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനല്ല എങ്കിലോ അവൻ തന്നെ പോരായ്മയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ പോരായ്മയിലോ തന്റെ ജീവിതത്തിൽ വന്ന് പറ്റിയ തെറ്റുപറ്റുകളിലോ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിക്കാതെ സ്വന്തം ജീവിതത്തിനെ ഒന്ന് ആലോചിച്ച് മാറ്റം വരുത്താതെ ഒരാളെ ജീവിച്ചു കഴിഞ്ഞാലോ മഹാനായ നിബിധങ്ങൾ പറയുന്നവന് പോരായ്മയുള്ളവനാണ്. പോരായ്മയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്നാ പിന്നെ അവന് മരിക്കലാണ് നല്ലത്. ജീവിക്കല്ലവനക്ക് നാശമാ, ജീവിക്കല്ലവന് അപകടമാ. അവന് മാറി ചിന്തിക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം അവന് മോശമാ. മരണമാണ് അവന് ഏറ്റവും നല്ലതെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ ആരാണ്, ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യരെ, യുവാക്കളെന്നോ പ്രായമുള്ളവരെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യകുലത്തെയും വിളിച്ചുകൊണ്ട് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത്, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം. നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്, ദിവസങ്ങളാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമാണ് ഞാൻ. ഇന്നമാ അൻത അയ്യാം, വളരെ കൂടുതൽ ആലോചിച്ച് പറയുന്ന വാക്കാ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു. ഇന്നമാ അൻത അയ്യാം, തീർച്ചയായും നീ എന്ന് പറഞ്ഞാൽ നീ ഓരോ ദിവസങ്ങളാണ്. ഫൈദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്നൊരു അല്പം പോയിക്കൊണ്ടിരുന്നല്ലോ. ഒരു
ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് അല്പഭാഗം പോയിട്ടുണ്ട്. നിന്നിൽ നിന്നൊരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്നൊരു ശകലം പോയവനാണ്. ആയതുകൊണ്ട് രാത്രി മുഴുവനും കിടന്നുറങ്ങിയിട്ട് അതിരാവിലെ എണീക്കുന്ന പൊന്നുമക്കള് ഓരോ ദിവസവും നമ്മളിലേക്ക് പൊട്ടിപ്പുറപ്പെടുമ്പോ, ഓരോ ദിവസം നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോ, ഓരോ ദിവസത്തിലും നമ്മളിൽ നിന്ന് ഉണർന്നു വരുമ്പോ, നമ്മുടെ ഉറക്കി ഞെട്ടിയുടെ പകല് നമ്മൾ എണുവരുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ, അന ഖൽഖുൻ ജദീദ്, അന ഖൽഖുൻ ജദീദ്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നീ ചെയ്യുന്നതിനെല്ലാം ഞാൻ സാക്ഷിയാണ്. വഅലാ അമലിക ഷഹീദ്, രഹസ്യവും പരസ്യവുമായി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തോ മുഴുവൻ കാര്യങ്ങൾക്കും നിനക്കെതിരെ സാക്ഷി നിൽക്കുന്നവനും ഞാനാണ് എന്ന് നമ്മളോട് ഓരോ ദിവസവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഫഅ്തനിം മിന്നീ ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് എന്നെ നീ പ്രത്യേകം ഗൗനിച്ചോളണോ, എന്നെ നല്ലോണം ശ്രദ്ധിച്ചോളണോ, എന്നെ വെറുതെ കളയാൻ നോക്കരുത്. ഞാനങ്ങ് പോയാൽ നിന്റെ ഒരു ദിവസമാകുന്ന ഞാനങ്ങ് പോയാൽ ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ചോദിക്കട്ടെ എന്റെ പൊന്നുമോനെ, നമ്മുടെ 10-ാം വയസ്സിൽ നമ്മളിലേക്ക് മടങ്ങി വരുമോ? നമ്മുടെ 18 നമ്മളിലേക്ക് മടങ്ങി വരുമോ? ഓ എന്റെ ഉപ്പ, നമ്മുടെ 25 വയസ്സ് വരുമോ? ഈ പാവപ്പെട്ട് എന്റെ 32 വയസ്സ് വരുമോ? ഇല്ല, ഇല്ലേ, വരൂല്ല. ഓരോ ദിവസവും നമ്മളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ദിവസം പറഞ്ഞു, ഓ മോനെ, എന്നോട് നിന്നോട് പറഞ്ഞ വാക്കുകളാണ്. അന ഖൽഖുൻ ജദീദ്. മഹാനായ ബാക്കവി ഉസ്താദ് എന്നോട് പറഞ്ഞു, 85-ല് 1985-ല് ഞാൻ ഖലീല് തങ്ങളുപ്പാപ്പയുമല്ല. അല്ലാഹുവേ, തങ്ങളുപ്പാപ്പാക്കിനി ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, തങ്ങളുപ്പാപ്പയുടെ സ്വലാത്തിന് പരമാവധി നമ്മൾ എത്തിപ്പെടണോ? ഇത് തങ്ങളെ പറഞ്ഞതല്ലോ. തങ്ങളെ സ്വലാത്തിന് നമ്മൾ എത്തുമ്പോ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അവിടുത്തെ മഹദിൽക്ക് വലിയ സംഭാവനകൾ കൊടുക്കലല്ലോ. മാസാന്തരം അവിടെ നടക്കുന്ന സ്വലാത്തിലോ നമ്മൾ എത്തിപ്പെടുമ്പോ അത് തങ്ങളുപ്പാപ്പാക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് ദുആയിലും അവരെ ഉൾപ്പെടുത്താൻ മഹാനായ തങ്ങളുപ്പാപ്പ സമയം കാണാറുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. പല ആളുകളെ കാന്തപുരം ഉസ്താദിനെ അനുകൂലിച്ച് പ്രസംഗിച്ച് കേരള മുസ്ലിം ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ കാലുകൾ ഇറങ്ങിയതുപോലെ സുബ്ഹാനല്ലാഹ്, തൊള്ളയിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കുറെ തുരീഖത്തുകാരുണ്ട്. അവരോട് പറയട്ടെ, ഒരു ഭാഗത്ത് നിങ്ങളെ കാന്തപുരം ഉസ്താദിനെ പൊക്കി പറയുമ്പോ കേരള മുസ്ലിം ജമാഅത്തിനെ നിങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ ആ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലയുറപ്പിക്കുന്ന പണ്ഡിതന് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഖലീല് തങ്ങൾ ഉപ്പാപ്പായ അവനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഖലീല് തങ്ങൾ ഉപ്പാപ്പ സെക്രട്ടറിയായി നിലനിൽക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിലെ ജനസമൂഹത്തിന്റെ മുമ്പിൽ പരിഹസിക്കുന്ന ചില മുനാഫിക്കീങ്ങളെ നമ്മളെ കാണുമ്പോ, ഓ എന്റെ ചെറുപ്പക്കാരെ, അങ്ങനത്തെ ആളുകളെ പ്രസംഗം കേൾക്കാനോ അതിന് മറുപടി പറയാനോ നമ്മൾ പോവേണ്ടതില്ലോ. അല്ലാഹുവേ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് നിന്റെ പക്കൽ അവർക്ക് കൊടുക്കണമെന്നില്ല എന്നതാണോ നിന്റെ ഖലാ എന്നത്? അവരെ ശർറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സമുദായത്തിനെയും ഞങ്ങളെ സംഘടനകളെയും നീ കാക്കണേ അല്ലാ.
ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ. മഹാനായ ഇബ്രാഹിം ബാക്കി ഉസ്താദ് പറഞ്ഞു, 1985 ബാക്കിയാത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, 85 ഇത്രയും വലിയ മുതിർന്ന പണ്ഡിതന്മാർ അവരെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥ, അവിടുത്തെ സാഹചര്യങ്ങൾ ഞാൻ ആലോചിച്ചു പോയി. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇനി ധരിച്ചു വരില്ലല്ലോ. നമ്മുടെ ദർസിന്റെ പഠനം ഇനി തിരിച്ചു വരില്ലല്ലോ. നമ്മുടെ മദ്രസയിലെ പഠനം ഇനി തിരിച്ചു വരില്ലല്ലോ. പള്ളിക്കൂടത്തിലേക്ക് നമ്മൾ അട്ടിപ്പാത്രം പിടിച്ചു ഓടി നടന്നതിനേക്കാളോ വീട് വക്കലിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മളെ പൊന്നുമ്മ നമ്മളെ യാത്രയാക്കിയ കാലോ ആ കാലം ഇനി കലഞ്ഞു വരില്ല. നമ്മുടെ കാലിലെങ്ങാനും ഒരു ചെറിയ മുള്ള തട്ടിയാൽ ആ വിരിഞ്ഞു പൊട്ടുന്ന മനസ്സുമായി കാലിലേക്ക് അതേ മുറിവറ്റിയ കാലിലേക്ക് ഊതിത്തരുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മായുടെ ആ ഒരു പ്രായം ഇനി കടന്നു വരൂലല്ലോ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഉമ്മമാരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. പാവപ്പെട്ട എന്റെ ഉപ്പ കഴിഞ്ഞ റമദാനിലാ മരണപ്പെട്ടു. റമദാനിന് ശേഷം ദുൽഹിജ്ജ് 4 മരണപ്പെട്ടു പോകുന്നത്. ദുൽഹിജ്ജ് അതേ ആകാനായിട്ടുള്ളൊരു വർഷമായിട്ടില്ല. റബ്ബേ, ഉപ്പാന്റെ ഖബറ് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ്സ് ആയിരാരോഗ്യം നീ നൽകണേ അല്ലാഹ്. ഓരോ ദിവസവും നമ്മൾ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഭക്തനും നിന്നീ പൊന്നുമോനെ എന്നെ നീ ശ്രദ്ധിച്ചോളണോ, നിന്റെ സെക്കൻഡുകൾ ശ്രദ്ധിച്ചോളണോ. നിന്റെ സെക്കൻഡുകൾ ഞാനാണ്, ഞാനെന്ന് പറഞ്ഞ നീയാണ്. ദിവസവും നമ്മളും ഒന്നാണ്. ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല. നമ്മുടെ ഇന്നലകളെ മടങ്ങി വരില്ല, നമ്മുടെ കഴിഞ്ഞുപോയ സെക്കൻഡുകളെ മടങ്ങി വരില്ല എന്ന് ഓരോ ദിവസവും നമ്മൾ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ. മഹാനായ ഇമാം ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, കളിച്ച് രസിച്ച് ജീവിതം തള്ളി നീക്കാതെ, കാരം ബോർഡിന്റെ മുമ്പിൽ ചമയിരിക്കാതെ, സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് സമയം കൊല്ലാതെ, സർക്കസിന് ഫാമിലി അടക്കം പോയി ഹറാമ് കണ്ട് ജീവിക്കാതെ, കളിയും തമാശയുമെല്ലാം അത്യാവശ്യമെല്ലാം അതേ അമിതമായി കൂടെ കണ്ടോ. എല്ലാവർക്കും കരയാൻ ഒരാളെ താല്പര്യപ്പെടുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം ചിരിക്കലാണ്. ചിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാണ്. കരയുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാരണം ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അതൊരുതരം കളിയാ. أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ ആയത്തില് യജമാനനായ റബ്ബ് തആല പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞോളൂ, തീർച്ചയായും ഈ ദുന്യാവിലുള്ള നിശ്ചലമായ ജീവിതമുണ്ടല്ലോ, ഈ ദുന്യവിയായ ജീവിതമുണ്ടല്ലോ, അത് ചില കളിയും തമാശകളുമാണ്. പരസ്പരം അഹങ്കാരം പറയലാണ്, പരസ്പരം ഹുങ്ക് പറയലാണ് എന്നതാ ദുന്യാവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോളണോ. ഈ കളിയേക്കാൾ മെച്ചപ്പെട്ടടോ, ഈ തമാശയേക്കാൾ മെച്ചപ്പെട്ടടോ, ഈ ദുനിയാവിനേക്കാൾ സന്തോഷമുള്ളടോ നബിയെ നിങ്ങൾ പറയണോ. അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഭൂതികളോ, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗ്ഗങ്ങളോ, അല്ലാഹുവിന്റെ അടുക്കലുള്ള സൗകര്യങ്ങളോ ഖൈറും മിനൽ ലഹ്വി വമിനൽ തിജാറ,
നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തേക്കാൾ, നിങ്ങൾ കളിച്ച തമാശകൾ കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഖൈറ് അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒന്നാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. അലാ അയ്യുഹൽ മഗ്റൂർ മലക തൽഅബൂ تمول آمالنا وموتك أقرب صلاة وتسليم وأزكى تحيتي. ألا أيها المغرور عليك تلعب تمول آمالا وموتك أقرب. മനുഷ്യ അല അയ്യുഹൽ മഗ്റൂർ, ഓ വഞ്ചിക്കപ്പെട്ടയാളെ, ഓ വഞ്ചിക്കപ്പെട്ട മനുഷ്യ, മാലക തൽഅബൂ, എന്തിനാണ് മോനെ കളിച്ച സമയം കളയുന്നത്? എന്തിനാ കളിതമാശകളിൽ കൂടുതൽ ഏർപ്പെടുന്നത്? തമൂലു ആമാലൻ വമൗതുക അഖറബൂ, നിന്നിലേക്ക് മരണം അടുത്തു നിൽക്കുന്നുണ്ട്. നിന്നിലേക്ക് മരണം അടുത്തുകൊണ്ടിരിക്കുമ്പോഴോ ഏതെല്ലാം ആഗ്രഹങ്ങളാ നിനക്കുള്ളത്? എല്ലാ ആർഭാടത്തോടുകൂടെ ഒരു വീട് നിർമ്മിക്കണോ? എല്ലാവരുടെ മുമ്പിലും ഒന്ന് അധികാരം കിട്ടണോ? എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വീമ്പിളക്കി നടക്കണോ? ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നിനക്കുണ്ട്. പക്ഷേ നിന്നിലേക്ക് മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സമയം കളഞ്ഞു കുളിക്കരുത്, നമ്മളെ കളിച്ച് രസിക്കരുത്, നമ്മളെ ഗെയിമിന്റെ പിന്നാലെ പോകരുത്, നമ്മള് വാട്സപ്പിൽ അമിതമായി ചെലവഴിക്കരുത്, നമ്മള് ഫേസ്ബുക്കിന്റെ പിന്നാലെ പോകരുത്. അത്യാവശ്യത്തിന് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അനാവശ്യമായി നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങൾ അപകടത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇന്റർനെറ്റ് എന്നെ യശരോ ശുഹറത്ത ഇന്നാരിലും ഈ മീഡിയ മഹബത്ത. ഇന്റർനെറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നത് വല്ലാത്ത അപകടമാണ്. ഏതെല്ലാം മോശങ്ങളാ പ്രചരിക്കുന്നത്, എന്തെല്ലാം അപവാദങ്ങളാ പ്രചരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമല്ലേ ആഗോളതലത്തിലുള്ള തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപകടം തന്നെ. മുട്ടീന്ന് വിരിഞ്ഞിട്ടില്ലോ മീസാനോദെന്ന കുട്ടി എന്തിനാ തീവ്രവാദത്തെ കുറിച്ച് വാട്സപ്പിൽ വാചാലനാകുന്നത്? ഭീകരവാദം തീവ്രവാദം പറയേണ്ടവര് പറഞ്ഞോളൂ, പറയേണ്ട ആളുകൾ പറയും. ഷാക്കിർ നായിക്കിനെ കുറിച്ച് ചെക്കന്മാര് SSFന്റെ കുട്ടി എന്തിനു പോകണം? നമുക്ക് ഒരു ചിന്ത അതിനെ കുറിച്ച് അറിയാം. ഇങ്ങോട്ട് നമ്മള് സുമാറിങ്ങനെ അടിക്കണം, എന്നിട്ട് അത് സംഘടനയുടെ പേരിൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദർസ് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത ചർച്ചകൾ? അത് ബുദ്ധിമാന്മാരും ചിന്താശേഷിയുള്ള ആളുകൾ ചെയ്യട്ടെ, നേതാക്കന്മാര് പറയട്ടെ. ഇങ്ങോട്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ചർച്ച, എല്ലാവർക്കും ചർച്ച. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ അതിന്റെ വീട്ടാൽ സൈക്കിൾ ഊട്ടിക്കോളും. ഇല്ല ഇല്ല, സമയം വെറുതെ കളയരുത്. ഞാനിന്ന് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദിനെ പൊരുക്കോയപ്പോ അതിന്റെ ഉള്ളിൽ ഫുള്ള് കിതാബ്. ഞാൻ ചോദിച്ചതിന്റെ ഉള്ളിൽ തന്നെ വേറെ ലോകാണ്. അവിടെ 1-2 കിതാബിന്റെ പേര് എനിക്ക് എഴുതിരുത്തന്ന് അള്ളാഹു കബൂലാക്കട്ടെ. അത് കിട്ടണം. അതിനിപ്പോ ആരെങ്കിലും ഒരാളെ സഹായിച്ചാലേ ഇപ്പൊ നടക്കുള്ളൂ. ഗൾഫിലിപ്പോ നമുക്ക് ചെങ്ങന്മാര് കുറവാണ്. അപ്പൊ അങ്ങനെ 1-2 കിതാബുകൾ ഗൾഫിലൊക്കെ പോണ ആൾക്കാർ അടുത്തനാട്ടുകാരെ പള്ളിക്ക് അതെങ്ങാനും കൊടുത്തു വിടുകയാണെങ്കിൽ വലിയ ഉപകാരം. അള്ളാഹ് ഹൈറിലാക്കട്ടെ. ഇതിപ്പോ നിങ്ങളോടല്ല ഞാൻ പറയാം, ലൈവിലുണ്ട് കുറച്ച് കുട്ടികൾ ഇത് കേൾക്കട്ടെ. ഓരോടാ ഞാനിത് പറയണേ. കുറച്ച് കിതാബൊക്കെ കൊടുത്തേക്കണ വലിയ ആവശ്യമുള്ള കാര്യം. ചിലര് കാണാൻ ഖുർആൻ കൊടുത്തേക്കണം. ഖുർആൻ ഇഷ്ടം പോലെ എല്ലാ പള്ളിയും പിന്നെയാണ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇതിലുണ്ട്, നിങ്ങളിപ്പോ പറഞ്ഞോളൂ, ഞാൻ പോയിട്ട് പിന്നെ പറയും. അയാൾ ഖുർആൻ കൊണ്ടെന്താണെന്നും പറഞ്ഞു. ഇപ്പൊ പറയണ ഇപ്പൊ പറഞ്ഞു എവിടെ ചെന്നാലും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ചിട്ടുണ്ട്, ബാക്കവിസ്താദ് നിങ്ങളെ കൈ തരാൻ വേണ്ടി 50 ഖുർആന്റെ. അവിടെ ഇപ്പൊ ഉള്ള ഖുർആൻ തന്നെ ഓതാ. മുജാഹിദ് പേതാലും ഞങ്ങളെ പള്ളിക്ക് വരില്ല. മുജാഹിദിന്റെ സെന്ററിലാ ഇപ്പൊ എടുത്തനാട്ടുകാരെ പള്ളി ഉള്ളത്.
അത് AP ഉസ്താദ് ഒരു 20 ലക്ഷം റുപ്യ തന്നങ്ങാണ്ട് സ്ഥലം കച്ചവടമാക്കി തുടങ്ങി 1 കോടി റുപ്യ. അല്ലാഹു തആല ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. ആരൊക്കെ ആ പള്ളിനെ സഹായിച്ചോ മുഴുവൻ ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. 2 കൊല്ലം മുമ്പേ 60 കൊല്ലം മുമ്പ് സുന്നികളിൽ നിന്ന് പിടിച്ചടക്കിയ മഹല്ല് 30 മഹല്ല് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദൊക്കെ ഷുക്കൂർ സഖാഫി ഉസ്താദൊക്കെ അവിടെ മുജാഹിദിന് മറുപടിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അല്ലാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. ഓനെ അവിടെ കണ്ണീറ് തട്ടാക്കാൻ വരെ ഒരു സുന്നി അവിടെ അവിടെ ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ടുണ്ട് അവിടുത്തെ ഒരു ചങ്ങായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇനി പോനെ ഈ ലൈവിൽ ഇത് കേൾക്കണ്ടോന്ന് അല്ലാഹു അലം. ഓൻ കേൾക്കാൻ വേണ്ടി തന്നെ ഇത് പറയുന്നത്. ഓൻ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് ഒരു 50 ഖുർആനുണ്ട്, നിങ്ങളെ കൈക്ക തന്നെ തരണം. ഞാൻ പറഞ്ഞു ഒരു ഖുർആൻ തന്നെ ഓതാച്ച സമയമല്ല, പിന്നെ എങ്ങനെയാ 50 പള്ളിക്കാണ്, പള്ളിക്ക് എമ്പാടുണ്ട്. അവൻ ഞാൻ തീർച്ചയാക്കിയില്ലേ നെജിക്കൊണ്ട് കൊണ്ടുവരുന്ന പുതിയ ഏതെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ അങ്ങനെ വെച്ചേക്ക. ആവശ്യക്കാരുണ്ടെങ്കിൽ പള്ളിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഉപകരിക്കട്ടെ, കബൂലാക്കട്ടെ. അപ്പൊ ഞാന് ഈ ലൈവില് കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെ സ്നേഹിതന്മാരോട് SF-ന്റെ പ്രവർത്തകരോട് പറയട്ടെ, നിങ്ങൾ പരമാവധി കുറച്ച് കിതാബൊക്കെ അവിടുന്ന് ഇവിടുന്ന് കോപ്പിക്കൾ, വഹാബികളെ കിതാബല്ലാതെ സുന്നി കിതാബ് നിങ്ങൾ വിദേശത്തൊക്കെ നോക്കിയൊക്കെ ഉണ്ട്. അതും 1 2 ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ കൊടുത്തുവിടുക. ഓരോരുത്തർ കൊടുത്തുവിടുമ്പോ ആലോചിക്കണം ഏതാ കൊടുത്തുവിടണ്ട്. ആവശ്യമുള്ളത് കൊടുത്തിട്ടാ മതി. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കൊല്ലം മുമ്പ് എടത്തനാട്ടുകര പള്ളിക്ക് ഒരു ആള് ഒരു കിതാബ് കൊണ്ടത്. അയാളെ പേരെന്നെ ഞാൻ കുർത്തുബി എന്നാ വിളിക്കില്ല. അപ്പൊ മൂപ്പര് തഫ്സീർ കുർത്തുബി ഇമാമിന്റെ തഫ്സീർ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പൊ അയാളെ പേരെന്നെ കുർത്തുബി ആക്കി. അല്ല, അത് മഹാന്റെ ഒരു പേര് ഇപ്പൊ അയാൾക്ക് വന്നു. ഞാൻ എപ്പോഴും വിളിക്കും കുർത്തുബി എന്നാ വിളിക്കുക. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക കബൂലാക്കട്ടെ. ആ സേവനം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനത്തിൽ ഇടപഴകാൻ പോകും. ഷാക്കിർ നായിക്കായാലും ശരി, അല്ലാത്ത നായിക്കായാലും ശരി, നമ്മളതൊന്നും പറയണ്ട. ഇവിടുത്തെ കാര്യം തന്നെ എത്രയോ പറയാണ്ട്. അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യരെ 10-15 കൊല്ലായി ജയിലിലിട്ട് പീഡിപ്പിക്കും. തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞു, ഭീകരവാദത്തിന്റെ പേര്, വിചാരണ തടവുകാരന് എന്ന് വർത്തമാനം പറയാൻ നാവുമാകാത്ത പല സംഘടനകളും പുത്തൻവാദിയായ സാക്കിർ നായിക്കിന് വേണ്ടി എന്തിനാ വാതുറക്കുന്നത്? ഞാൻ അറിയാത്തോണ്ട് ചോദിച്ചതാ. എവിടെ നിങ്ങളെ തൊള്ള കൂട്ടിട്ട് എല്ലാ കൂട്ടരോടും കൂടി ചോദിക്കട്ടെ, എന്തെങ്ങളൊന്നും ഉണ്ടാഞ്ഞ് ആരും മുണ്ടില്ല. ഷാക്കിർ നായിക്കിന്റെ ഫോട്ടോ വെച്ചിട്ട് വേറെ കുറെ തീവ്രവാദി ടീമുണ്ട്, ഇങ്കിലാ വിളിക്കാം. എന്നിട്ട് അതും ഫേസ്ബുക്കിലിട. അതിനപ്പോ ആകെ ചെയ്യണതിന് ഒരു ഫോട്ടോ എടുത്തിങ്ങാണ്ട് വിടണം. എന്നിട്ട് അതിന് കുറച്ച് ലൈക്ക് കിട്ടും. ഇങ്ങോട്ട് എന്താ കിട്ടുക? അവിടെ തന്നെ ആ ലൈക്ക് അവിടെ ഇങ്ങനെ. അവിടെ നാസർ മദനിയാകുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒന്നും കൂടി കയറി പറഞ്ഞ ഒരു പണ്ഡിതൻ, അല്ലാഹു തആല അദ്ദേഹം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ശിക്ഷ നടപ്പാക്കാതെ, തെറ്റ് വെളിവാക്കാതെ കുറെ കാലം വിചാരണക്കിട്ടതിന്റെ പേരിൽ കേരളക്കാരനായ ആ പണ്ഡിതനെ കൊണ്ടുപോയി ക്രൂശിച്ചതിന്റെ പേരിൽ അവനക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്കോ സമുദായ രാഷ്ട്രീയക്കാർക്കോ സമയം കിട്ടിയില്ല. എന്നിട്ടോ പരിശുദ്ധമായ ഖുർആൻ അടക്കം ഹദീസടക്കം ഇമാമിങ്ങളുടെ വചനങ്ങളടക്കം ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടെന്ന് വ്യാജാന് ഇസ്ലാമിനെ ധ്രുവീകരണം ചെയ്യുന്ന ഷാക്കിർ നായിക്ക് അടക്കമുള്ള ആളുകൾക്ക് എന്തിനാ നിങ്ങളിങ്ങനെ കൊലവിളി കൂട്ടുന്നത്? ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇനി ഇത് ക്ലിപ്പാക്കിയിട്ട് അയാളെ ഷാക്കിർ നായിക്കിനെതിരെ പറഞ്ഞു എന്ന് പറയണ്ട. ഷാക്കിർ നായിക്ക് കുറ്റവാളി അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ്, ഈ വെറുതെ വിട്ടോണം. ഇല്ലാത്ത ആരോപണം ആരെ കുറിച്ചും പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ചെറിയ ആരോപണം വന്നപ്പോഴേക്ക് ഒരു മുസ്ലിമിനെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞപ്പോ, ഒരു പണ്ഡിതനെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് കാന്തപുരം മുണ്ടിയില്ല? അല്ല, ഇത് കാന്തപുരം മുണ്ടിയാണ്. എന്നാ പിന്നെ ഒക്കെ എന്നിട്ടാണ് അതിന്റെ വേത്തല കൂട്ടിയിട്ട് ഉസ്താദിനെ ഇടങ്ങാറ്. ഉസ്താദ് പറയേണ്ട നേരത്തെ പറയും, നിങ്ങളെ സപ്പോർട്ടൊന്നും ഉസ്താദിന് വേണ്ട, അല്ലാഹു തആല ഉസ്താദിന് ഇസ്സത്ത് കൊടുക്കട്ടെ. അത് പറയേണ്ട നേരത്തെ ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ആരും പറയും പോണ വണ്ടിക്ക് തള്ളാൻ നിൽക്കണം. അതുകൊണ്ട് ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണില്ല. ഞാൻ ഇനി പറഞ്ഞവല്ലാതെ കുറച്ച് ഓവറായി പോകും. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ.
മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങൾ പറഞ്ഞതാ, നിബിതങ്ങളോട് പറഞ്ഞതാ, ദുന്യാവെന്ന് പറഞ്ഞ കളിയും തമാശയുമാണ്. അതുകൊണ്ട് കൂടുതൽ വഞ്ചിക്കപ്പെട്ടവനെ നീ കൂടുതൽ കളിക്കേണ്ടതില്ല. നിന്റെ ഓരോ ആഗ്രഹങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ മരണം നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ സമയം വെറുതെ കളയാതെ നല്ല പോലെ ആലോചിച്ചോളണം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ചോദിച്ചു, നല്ല സിനിമയായ കാണുന്നതിന് കുഴപ്പമുണ്ടോ? കോമഡിയല്ലേ ഉസ്താദേ കാണുന്നത്? ഇങ്ങനെ കോമഡിക്ക് വേണ്ടി സമയം കളയുന്നവരോട് മഹാന്മാരായ ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ തങ്ങളിൽ നിന്ന് ധരിക്കുന്നത് കണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. അദ്ദേഹം കൂടെയുള്ള വേറെ ഒരാളെ മുഖത്തേക്ക് അതേ വല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിൽക്കാതെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളിലേക്ക് ഇമ വെട്ടാതെ നോക്കുന്നത് കണ്ടപ്പോ മഹാനായ ദാവൂദ് ത്വാഇ തങ്ങൾ പറഞ്ഞു, ഉറുദു ബസറക ഇലൈക, അവന്റെ മുഖത്തിൽ നിന്ന് നിങ്ങളെ കണ്ടെടുത്തോളൂ. അവന്റെ മുഖത്തേക്ക് നിങ്ങളെ നോക്കി നിങ്ങളെ സമയം കളയരുത്. ഉറുദു ബസറക ഇലൈക. സീരിയലിന്റെ മുന്നിൽ നിൽക്കുന്ന പൊന്നുമോള്, സിനിമക്ക് മുമ്പിൽ ചടയിരിക്കുന്ന ചെറുപ്പക്കാരോ, നീയടക്കം ഞാനടക്കം ആലോചിക്കാൻ വേണ്ടി പറയുകയോ? ഇങ്ങനെ ഒരു മനുഷ്യനിലേക്ക് നിൽക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് മഹാനായ ഇമാം ദാവൂദ് ത്വാഇ തങ്ങൾ പറഞ്ഞത്, ഉറുദു ബസറക ഇലൈക, നിന്റെ കണ്ണ് നിന്നിലേക്ക് മടക്കിക്കോളണോ. കാരണം ഫഇന്നഹു ബലഗനി അന്ന الرجل يسأل عن فضول نظره كما يسأل عن فضول عمله. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോ അതിനെക്കുറിച്ചെല്ലാം രാജാധിരായ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതുപോലെ നിന്റെ നോട്ടത്തെ കുറിച്ച് റബ്ബ് ചോദിക്കൊണ്ടുണ്ട് കേട്ടോ. നിന്റെ കണ്ണ് ആരിലേക്ക് നോക്കി? നിന്റെ കണ്ണുകൊണ്ട് എന്തിലേക്ക് നോക്കി? നിന്റെ കണ്ണിന് എന്തിനു വേണ്ടി നോക്കി? എന്തൊരാവശ്യത്തിന് വേണ്ടിയാ നീ അയാളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത് എന്ന് നിന്നോട് ചോദിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടകാനോ വർത്തമാനം പറയാനോ നോക്കിയിരിക്കാനോ മെസ്സേജ് വായിക്കാനോ നമ്മുടെ സമയം കളയല്ലോ. ഇന്ന് എന്തും സെൻഡ് ചെയ്യാൻ പലർക്കും വല്ലാത്ത ആവേശമാണ്. കാരണം കൂടുതൽ പണിയൊന്നുമില്ലല്ലോ. കോപ്പി ചെയ്ത് അങ്ങ് സെൻഡ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് നിമിഷങ്ങൾക്കകം എത്തുന്നുള്ളൂ. പക്ഷേ ഈ വിടുന്ന മെസ്സേജ് ഒറിജിനലാണോ? ഇത് യാഥാർത്ഥ്യമാണോ എന്നുപോലും നമ്മൾ ആലോചിക്കുന്നില്ല. ഓരോ ആളുകളും മരിച്ചു എന്ന പേര് പ്രചരണം നടത്തിയിട്ട് പല ആളുകളും മരണവാർത്തയാ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. മരിക്കാത്ത പലരെയും മരിപ്പിക്കുന്നു, കാണുന്ന പലരെയും കണ്ടിടാതാവുന്നു. അറിവില്ലാത്ത ആളുകളെ ഫോട്ടോ വെച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോ അത് പിന്നെ സെൻഡ് ചെയ്യാനുള്ള തിരക്ക്. ഞാൻ ഇന്നയാള് മരണപ്പെട്ടുപോയി, ഞാൻ കേട്ടതാ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല, നിങ്ങളെ നാട്ടുകാരനായ സിനിമാ നടൻ മാമുക്കോയ മരിച്ചു എന്നൊരു പ്രചരണോ. സുബ്ഹാനല്ലാഹ്, വാട്സപ്പിൽ മുഴുവനും മാമുക്കോയ മരിച്ചു. ഇന്നും അയാള് മരിക്കാതെ ഹയാത്തിലുണ്ട്. പിറ്റേ ദിവസം അയാള് തന്നെ പ്രസ്താവന ഇറക്കി, ഞാൻ മരിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാള് സിനിമാ നടനാണ്, ഓക്കെ, അയാള് ചെയ്യുന്ന പള്ളി തെറ്റാണ്, തെമ്മാടിത്തരാണ്, ഒക്കെ ഞാൻ സമ്മതിക്കും. പക്ഷെ ഇയാളൊരു മനുഷ്യനല്ലേ? ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കൂലേ? ചിലപ്പോ നമ്മളാ ചെയ്ത തെമ്മാടിത്തരം കൊണ്ട് അയാൾക്ക് അള്ളാന്റെ അടുക്കുന്ന അതെന്നെ എടുത്ത് പറയാൻ അമലാക്കാൻ.
ഞാൻ മുസാദിനെ കുറിച്ച് ഇന്ന ആളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പഠിച്ചത്. അതുകൊണ്ട് ഓന്റെ അമല എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ അണ്ടി പോയ അണ്ണാന്റെ കാര്യം നോക്കിക്കണ്ടിട്ട് അല്ല കാക്കട്ടെ. അപ്പൊ നല്ലോണം ആലോചിച്ചു. നമ്മൾ തോന്നിയതൊക്കെ പറയാനുള്ളതല്ല, എല്ലാം എഴുതി വെക്കാനും പാടുള്ളതല്ല. എല്ലാ റബ്ബിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്തയുള്ളവരാവണോ. അല്ലാഹു തആല നല്ല ബുദ്ധി നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഹാനായ ദുന്നൂനിൽ മുസ്രി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മുസ്രി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ വിശാലമായ ഒരു തോട്ടത്തിലൂടെ നടന്നു പോകും. സുബ്ഹാനല്ലാഹ്, കുറെ നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അദ്ദേഹം നിസ്കരിക്കുന്ന നിസ്കാരം എന്റെ നിസ്കാരോ. ഒരു 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ അയാളോട് സലാം പറഞ്ഞു. പക്ഷേ സലാം അടക്കിയില്ല. വീണ്ടും അയാൾ നിസ്കാരത്തിലേക്ക് കടന്നു. രണ്ടാമത് സലാം വീട്ടിയപ്പോ സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയില്ല. 3 തവണ ഞാൻ അയാളോട് സലാം പറഞ്ഞു. നിസ്കാരത്തിൽ അയാളെ നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനം അതോ വെറുതെ ഇരിക്കുന്ന നേരത്ത് വീണ്ടും സലാം പറയുന്നു. സലാം അടക്കുന്നില്ലോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകൊണ്ട് ഇരിക്കുന്ന ഭൂമിയിൽ വരെ മറ്റൊരു പദ്യം എഴുതുകയാണ്. സബബുൽ ഹലാക്കി ജാലിബുൽ ആഫാതി വൈദം തതബകുൽ റബ്ബിക വാകിറാ ലാ തൻസഹു വഹമദു ഫിൽ ഹലാതി. ഈ ചെറുപ്പക്കാരന്റെ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ഭാഗത്ത് മണ്ണിലേക്ക് കൈവിരൽ വെച്ചിട്ട് അദ്ദേഹം എഴുതി വെച്ചതെന്തെന്നറിയോ? തുന്നൂരിൽ മിശ്രിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ തുന്നൂരിൽ മിശ്രിതങ്ങളോട് എഴുതി കൊടുക്കുള്ളൂ. മുനി അല്ലിസാനു അനിൽ കലാമിലി അന്നഹു സബബുൽ ഹലാക്കി വ ജാലിബുൽ ആഫാതി. ഞാൻ എന്റെ നാവിനെ വർത്തമാനം പറയുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചവനാണ്. എനിക്ക് വർത്തമാനം പറയാൻ വയ്യോ. ഞാൻ നാവിനെ സൂക്ഷിക്കുന്നവനാണ്. ഇനി നാവ് കൊണ്ട് വർത്തമാനം പറയുന്നില്ല. കാരണം കാരണം ഈ നാവ് സബബുൽ ഹലാക്കി വ ജാലിബുൽ ആഫാതി. സർവനാശത്തിന്റെയും കാരണം ഈ നാവാണ്. സർവ കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത് ഈ നാവ് തന്നെയാണ്. അതുകൊണ്ട് വർത്തമാനം പറയില്ല എന്ന് കരുതി നാവ് കൊണ്ടൊന്നും മിണ്ടാണ്ടിരിക്കണ്ട. നിന്റെ റബ്ബായ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നവനാക്കിക്കോ. യജമാനനായ റബ്ബിനെ നീ മറന്നു പോകണ്ട പൊന്നുമോന്. നീ നിന്റെ റബ്ബിനെ മറന്നു പോകരുത്. ഏതേത് അവസ്ഥയിലും നീ യജമാനനായ റബ്ബിനോട് റബ്ബിന് വേണ്ടി ഹംദ് പറഞ്ഞോ. ആരോഗ്യം തന്നതിന്റെ പേരിലോ, ആയുസ് നൽകിയതിന്റെ പേരിലോ, രോഗങ്ങളിൽ നിന്ന് ശമനം നൽകിയതിന്റെ പേരിലോ, അപകടങ്ങളിൽ നിന്ന് കാവൽ തന്നതിന്റെ പേരിലോ ഏത് സമയത്ത് റബ്ബിനെ നീ ക്ഷമിക്കുന്നവനാണോ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാവണോ. ഈ 2 പദ്യമത അദ്ദേഹത്തിന്റെ കൈവിരൽ കൊണ്ട് ആ മണ്ണിൽ എഴുതി വെക്കുമ്പോ തുന്നൂരിൽ മിശ്രിതങ്ങൾ പറയുകയാണ്, ഞാനാ എഴുത്തങ്ങ് കണ്ടപ്പോ അറിയാതെ കുറെ കരഞ്ഞുപോയല്ലോ. കാരണം
എന്റെ നാവിനെ സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ എന്തോരം നല്ല വാക്കുകളായി എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ആലോചിച്ചുകൊണ്ട് മഹാനായ തുന്നൂരിൽ മിശ്രിതങ്ങൾ ഒരുപാട് കരയുകയോ. അത് വായിച്ച ഉടനെ തുന്നൂരിൽ മിശ്രിതങ്ങൾ അവിടുത്തെ വിരലുകൊണ്ട് അതിന്റെ മറ്റൊരു ഭാഗത്ത് എഴുതി കൊടുക്കുള്ളൂ. ويبقى الدهر ما كتبت يداه فلا تكتب بكفك غير شيء يسرك في القيامة أن تراه وما من كائن إلا سيضله ويبقى الدهر ما كتبت يداه ولا تكتب بكفك غير شيء يسرك في القيامة أن تراه. ൂനിൽ മിശ്രിതങ്ങള് ആ ചെറുപ്പക്കാരന് തിരിച്ചെഴുതി കൊടുത്ത വാക്കെന്തെന്നറിയോ? ഓ എന്റെ പൊന്നമോനെ, ആരെന്ത് എഴുതിയാലും എഴുതിയ മുഴുവൻ ആളുകളും നശിച്ചു പോയവരല്ലയോ, നശിക്കാനുള്ളവരല്ലയോ, പിതാക്കളെല്ലാം മരണപ്പെട്ടു പോകുന്നത്. ഏതേത് എഴുത്തുകൾ എഴുതി എത്ര വരെ എഴുത്തുകാരായാലും മഹാനായ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിന് നമുക്കറിയാമല്ലോ. അല്ലാഹുവേ, നീ ദരജ ഉയർത്തി കൊടുക്കണേ അല്ലോ. പാവപ്പെട്ട ഞാൻ അടക്കം നമ്മളെടുക്കോ, നമ്മളെ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്, അത്രയും വലിയ കിതാബ് എഴുതിയ പണ്ഡിതന്, ആ എഴുതി വെച്ച കിതാബുകൾ ഇവിടെയുണ്ട്. എഴുതിയവരെല്ലാം നശിച്ചു പോകുന്നവരാണ്. പക്ഷേ എഴുതി വെച്ച പദം പോകൂല്ലോ, എഴുതി വെച്ചത് മാഞ്ഞു പോകൂല്ലോ, എഴുതി വെച്ചത് ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് എഴുതിയവൻ മരിച്ചു പോയാൽ എഴുതിയത് ഇവിടെ ബാക്കിയാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ നിനക്ക് സന്തോഷമായി കാണണമെന്ന് ആഗ്രഹമുള്ള കാര്യമല്ലാത്തതൊന്നും നിന്റെ കരങ്ങളെ കൊണ്ട് നീ എഴുതാൻ പാടില്ലോ. ഓ എന്റെ പൊന്നുമോനെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും എഴുത്തുകളാണ്. ആ എഴുതപ്പെട്ട മുഴുവനും അത് പല ഭാഗങ്ങളിലായി നശിക്കാതെ ശേഷിക്കുന്നുണ്ടെങ്കിലോ നീ മരിച്ചാലും ആ എഴുത്ത് ബാക്കിയാണല്ലോ. ഇങ്ങനെപ്പെടുത്തുന്ന വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, മറ്റുള്ളവരെ അപമാനിക്കുന്ന വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്കൊരു തോന്നല, ട്രെയിനിലേക്ക് കയറിയ TTR ഇല്ലെന്ന് കണ്ടാൽ, ബാത്റൂമിലേക്ക് ചെന്നാൽ വായിക്കാൻ പാടില്ലാത്ത, വായിക്കാൻ കൊള്ളാത്ത ഒരുപാട് സാഹിത്യ വാക്കുകൾ കാണുമ്പോ അതുപോലെ അവന്റെ വക ഒരു എഴുത്ത് എഴുതി വെക്കോ. എന്നിട്ട് വേറെ ഏതെങ്കിലും കൂട്ടുകാരന് മൊബൈൽ ഫോണിൽ എഴുതി വെക്കോ. പിന്നെ ആ മൊബൈൽ ഫോണിൽ വേറുള്ളവരെ വിളിക്കാൻ തുടങ്ങുകയാ. ഓ എന്റെ മോനെ, നിന്റെ എഴുത്തവള് നിലനിൽക്കുന്ന കാലത്തോളോ നീ റബ്ബിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുന്നവനോ. അതുകൊണ്ട് يسرك في القيامة أن تراه. നാളെ ആഖിറത്തിലെ സന്തോഷമില്ലാത്തതുള്ളൂ. നിന്റെ കൈ കൊണ്ട് നീ എഴുതല്ല കേട്ടോ, നീ ടൈപ്പ് ചെയ്യല്ല കേട്ടോ, നീ കൊത്തിവെക്കല്ല കേട്ടോ. എഴുത്തിവിടെ ശേഷിക്കുന്ന പക്ഷേ നീ അങ്ങ് മരിച്ചു പോകും. ഈ വാക്ക് ബഹുമാനപ്പെട്ട തുന്നൂരിൽ മിശ്രിതങ്ങള് അവളതാ മണ്ണിൽ എഴുതി വെക്കുന്ന നേരം സുബ്ഹാനല്ലാഹ്, ഇബാദത്തെടുത്തിരുന്ന ചെറുപ്പക്കാരനിത് വായിച്ച് അട്ടഹസിച്ചങ്ങ് ബോധം കെട്ട് മരണമടക്കുകയോ മരണമറിയുകയാണ്. അദ്ദേഹം വീണ്ടും മരിക്കുകയോ.
സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന നേരത്തെ എന്റെ കൂടെ ആരുമില്ലല്ലോ. ഈ വിശാലമായ തോട്ടത്തില്, ഈ വിശാലമായ വനത്തിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇബാദത്തെടുക്കുമ്പോ അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച വാക്കുകളെ താങ്ങാൻ കഴിയാത്തതിന്റെ പേരിലോ ഈ ലോകത്തിന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണമല്ലോ. ഇദ്ദേഹത്തിന്റെ മയ്യത്ത് ഞാൻ പരിപാലിക്കണമല്ലോ. ഇദ്ദേഹത്തിന് ഞാൻ കുളിപ്പിക്കണമല്ലോ. ഇദ്ദേഹത്തിന് കഫം കൂടെ ഞാൻ ചെയ്തു കൊടുക്കണമല്ലോ. ഇദ്ദേഹത്തിനുള്ള മയ്യത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കണമല്ലോ എന്ന് കരുതിട്ടാ മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് മഹാനായ തുന്നൂരി മുസ്ലിം റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന്റെ ചാരത്ത് പോയി അതിനെ കൈകൊണ്ട് തൊടുന്ന നേരോ വാനലോകത്തിൽ നിന്നൊരു വിശാലമായ ഒരു വലിയ ഗൗരവമുള്ള ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മനുഷ്യനും തൊടേണ്ടതില്ല. അയാളെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മനുഷ്യനാവണോ? അതെ, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മലക്കായിരിക്കണോ? അദ്ദേഹത്തിന് കഫൻ ചെയ്യേണ്ടത് മലക്കായിരിക്കണോ? അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് മലക്കായിരിക്കണോ? മനുഷ്യർ അത് തൊടണമെന്നില്ലല്ലോ. ഈ വാക്യ ബഹുമാനപ്പെട്ട തുന്നൂരിൽ മിസ്രി തങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് കേൾക്കുകയാണ്. ആ ശരീരി കേട്ട ഉടനെ തുന്നൂരിൽ മിസ്രി തങ്ങൾ പറയുള്ളൂ, ഞാനൊരു മരച്ചുവട്ടിലേക്ക് തന്നെ ഇബാദത്ത് തുടങ്ങി. നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് ബേക്കിലേക്ക് സലാം വീട്ടി 2 ഭാഗത്തേക്ക് സലാം വീട്ടി ഈ മയ്യത്ത് കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോ ആ മയ്യത്തിന്റെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. എല്ലാം വൃത്തിയോടെ മലായിക്കത്തുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതേ കിതാബ് നവാദിറിലോ ഈ ഹദീസ് ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ രക്ഷിതാക്കളെ, ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ പെങ്ങന്മാരെ, സിയബിൽ മടവൂര് തങ്ങളടക്കമുള്ള മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോ അവര് കാണിച്ചതെന്ന പാതയിലായിരിക്കണം ജീവിതം നയിക്കേണ്ടത്. അവര് ചെയ്ത മുഴുവൻ ആരാധനകളും നമുക്ക് നിർവഹിക്കാൻ കഴിയണമെന്നില്ലോ. പക്ഷേ അവരെ പൊരുത്തത്തിന് വേണ്ടി അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്ന പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണോ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങള് തെറ്റ് ചെയ്തവരാണ്, ഞങ്ങള് ദോഷം വന്നവരാണ്. നാഥനായ റബ്ബേ, നീയല്ലാതെ ഞങ്ങൾക്ക് കാവലില്ലോ, നിന്റെ പൊരുത്തമില്ലാതെ ഞങ്ങളെ കയ്യലില്ലോ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ആര് തെറ്റ് ചെയ്താലും അവരെ ആരും പരിഹസിക്കാൻ നിൽക്കണ്ട, ആരെയും നമ്മളെ മോശമാക്കണ്ട, ആരെയും നമ്മളെ അവഹേളിക്കേണ്ട. ഒരു കള്ളുകുടിയനെ കണ്ടാലും നമ്മൾ ചീട്ട് വിളിക്കാൻ പോകണ്ട, അയാളെ കൊച്ചാക്കാനും പോകണ്ട, മദ്യപാനിയെ കണ്ടാൽ മോശമാക്കാൻ പോകണ്ട. കാരണമെന്താ? മഹാനായ നബി തങ്ങൾ പറഞ്ഞതുപോലെ മൻ അയ്യറഹു ബിദംബിൻ ലം യമut ഹത്താ യഅമലഹു. ഒരാളെ ചെയ്ത തെറ്റിന്റെ പേരിൽ മറ്റൊരാളെ അവഹേളിക്കാൻ, തന്റെ സഹോദരനെ അവഹേളിക്കാൻ ആരാണോ സമയം കണ്ടത്, എന്നാൽ ആ തെറ്റ് ചെയ്തിട്ടല്ലാതെ അവഹേളിച്ചവൻ മരിച്ചു പോവുകയില്ല. ഞാൻ പറഞ്ഞതല്ല, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങൾ പറയുന്നു, മൻ അയ്യറ അഖാഉ ബിദംബിൻ, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ തന്റെ സഹോദരനെ മോശമാക്കിയാൽ, അവഹേളിച്ചാൽ, പരിഹസിച്ചാൽ, ലം യമut ഹത്താ യഅമലഹു, ആ
അവൻ ആ കാര്യം ചെയ്യാതെ ഈ അവഹേളിച്ചവൻ മരിച്ചു പോകൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല നമുക്കൊക്കെ കാവല് തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് വിരിയണം. എല്ലാ ആളുകളും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എണീച്ച് നിന്ന് നമുക്ക് തവസ്സുൽ വീത്തും ചൊല്ലിയിട്ട് പെട്ടെന്ന് ദുആ ഇറക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ശുക്കൂർ ഉസ്താദ് പോയ لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله الله لا إله إلا الله محمد رسول الله يا شيخنا يا شيخ مدبور أتينا بابكم راجينا فوزا كاملا يا سيدي ينبغي لا إله كنت أخفيت أمرك أولا ثم انتشر منك أنوار الولاية بين ناس ينبغي لا إله الله لا إله ഇരുന്നോളി. അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മളെ തഹ്ലീലൊക്കെ അല്ലാഹ് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട CM മടവൂര് തങ്ങളുപ്പാപ്പാന്റെ കാവല് നമ്മുടെ മജ്ലിസിൽ അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. നമ്മുടെ കൊച്ചു സ്ഥാപനമായാലും ദർസ് നടക്കാറുണ്ട്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, വെണ്ണക്കോട് എന്ന് കേട്ടാൽ തന്നെ ആലിമീങ്ങളെ നാടായിട്ടാണ് പൊതുവെ ഞങ്ങളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്ന ആ ഒരു സാഹചര്യം മാറിയിട്ട് ആലിമീങ്ങളൊക്കെ കുറഞ്ഞോന്ന്. നമ്മുടെ പുതിയ തലമുറ ദർസിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ദൂരത്ത് പോകാൻ കുട്ടികൾക്ക് മടിയാണെങ്കിൽ, നമ്മുടെ ഒരു മോനെ നല്ല ഒരു വെള്ളത്തൊപ്പി, ഒരു വെള്ളത്തുണി, ഒരു വെള്ളക്കുപ്പ നല്ല വൃത്തിയായി നമ്മളെ ദർസിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടാം. ചെലവ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുത്തോളാം. ഇനിയിപ്പോ അതായിട്ട് നിങ്ങൾ വിശന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താക്കണ്ട. മറ്റന്നാൾ ഇൻഷാ അല്ലാഹു തൗഫീഖ് ആരെ മുദ്രിസ് നിങ്ങൾ കുറച്ച് മുമ്പ് വരാണ് ഞാൻ വന്നേറ്റി. നല്ല മുദ്രിസ അമ്പലക്കണ്ടിയിലുള്ള ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ എന്റെ ഉമ്മാരോട് പറയും, ഞാൻ ഉള്ളത് പറഞ്ഞു, യാഥാർത്ഥ്യം പറയാം. കളവിന്റെ ഒരു ചെറിയ ശകലം പോലും ഇല്ലാതെ ഞാനത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉപ്പ കഴിഞ്ഞ കൊല്ലം മരിച്ചു. അല്ലാഹു ഉപ്പാക്ക് കബറിന് സന്തോഷം കൊടുക്കട്ടെ. ഇപ്പൊ മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് പരിപാലനത്തിൽ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ ഓതാൻ വന്നിങ്ങാണ്ട് പിന്നെ നിർത്തിയ കുറെ ടീമുണ്ട്. ഓലടക്ക ആളുകൾ പറഞ്ഞു, മരിക്കണീന് മുമ്പ് ഒരു മകനെങ്കിലും മൂല്യരാക്കണം. എന്നാലും ആയിക്കോയാക്ക മരിച്ച മാതിരി മരിച്ച ആയിക്കോയാക്കാന്ന് എന്റെ ഉപ്പാന്റെ പേര. അദ്ദേഹം മരിച്ച പോലെ മരിക്കണം. ഏതെങ്കിലും ഒരു കുട്ടിയെ ആലിമാക്കണോ? ആലിമ് ആക്കിയാ പോരാ, അത് കാന്തപുരം ഉസ്താദിന്റെ വിഭാഗത്തിലുള്ള ആലിമീങ്ങളാക്കിയാൽ, ഇത് എന്റെ ഭാഷ പറഞ്ഞതല്ല, മറു വിഭാഗത്തിലുള്ള
മറുവിഭാഗത്തിലുള്ള അഖിലു സുന്നയുടെ മറുഭാഗത്തുള്ള ആളുകൾ പോലും അന്ന് ഒരുമിച്ച് കൂടുമ്പോ ഉണ്ടായ കമന്റുകളിൽ നിന്നൊരു കമന്റാണ്, നമ്മൾ മരിച്ചാൽ ആമീന് കിട്ടണമെങ്കിലോ യാസീന് കിട്ടണമെങ്കിലോ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ഇറക്കണമെങ്കിലോ നല്ല ഒരു ആലിമിനെ നമ്മൾ വളർത്തണോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എത്ര വട്ടാ ഞാനിവിടെ വെച്ച് ദുആ ഇറങ്ങുന്നതെന്റെ ഉപ്പാക്ക്, ആ ഉപ്പാക്ക് ഞാനിവിടെ ദുആ ഇറക്കുമ്പോ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞല്ലോ. ഒരു 100 ആമീനെങ്കിലും എന്റെ ഉപ്പാക്ക് ഒരു ദിവസം ചുരുങ്ങിയത് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗ്യ നമുക്ക് വേണ്ടത്. മകൻ ഡോക്ടറാവട്ടെ. കാന്തപുരം ഉസ്താദിന്റെ മകനും ഡോക്ടർ തന്നെയാണ്. മുഹമ്മദ് കുഞ്ഞി സഖാഫി ഉസ്താദും ഡോക്ടർ തന്നെയാണ്. ഫാറൂഖ് നഈം ഉസ്താദും ഡോക്ടർ തന്നെയാണ്. ഡോക്ടറാകുന്നതിന് ഇവിടെ എതിർപ്പില്ല. ചുള്ളിക്കോട് ഉസ്താദ് ഡോക്ടറാണ്. ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ രണ്ട് വിജ്ഞാനവും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആലിമീങ്ങളുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളും ഭൗതികമായ വിജ്ഞാനം കരഗതമാക്കണം. പക്ഷേ അവർ നല്ല ഒരു മനുഷ്യനായി വളരണമെങ്കിൽ ആത്മീയമായ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകോ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഒരൊറ്റ ഹരീഹോ, മൻ അറാദ അൻ യൻദുറ ഇലാ മുതഖാഇല്ലാഹ്, അല്ലാഹു തആല നരകത്തിൽ നിന്നും മോചിപ്പിച്ച ആളുകളെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? മുഹമ്മദ് മുസ്തഫ വിധങ്ങളെ ചോദ്യം. മൻ അറാദ അൻ യൻദുറ ഇലാ മുതഖാഇല്ലാഹ്, അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആൾക്കാരെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്ന് വയ്യൊക്കെ ആർക്കാ കാണാൻ പോലും? നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആളെ കാണാൻ ഞാൻ കാണിച്ചു തരാം ആൾക്കാരെ. ഇവിടെ കാണിച്ചു തരാമാണെങ്കിൽ എന്തൊരു പൗതി പൊക്കല് ഓരോ കജ്ജും കാലും കണ്ടാൽ മതി. ഒന്ന് ഉഷാറായിട്ട് പൊക്കി അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഒരു 4 ആൾക്ക് ഞാനിപ്പോ ആജിന് വരാനുള്ള ആജി അല്ലാഹു ആജിയാകാൻ തോപ്പിക്കയ്യ. കഅബ കാണാനുള്ള തോപ്പിക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാതെ ഈ ലോകം വിട പറയേണ്ട അവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. രോഗികളായി ഞങ്ങൾ ആരും നീ കിടത്തല്ലേ അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ഭൂമിയിൽ വസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യൻദുർ ഇലൽ മുതഅല്ലിമീൻ الذين يتعلمون لوجه الله. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച എത്ര മുതഅല്ലിമീങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല. എത്ര വന്നാലും ആ കുട്ടികൾ നരകമോചിതരാണ്. ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ മുതഅല്ലിമായിട്ട് മരിക്കുമ്പോൾ ആ കുട്ടി ഷഹീദിന്റെ പ്രതിഫലമുള്ളവരാ. ആ കുട്ടി ഈമാനോടുകൂടെ മരിച്ചതാ. ആ കുട്ടി എങ്ങാനും മരിച്ച് ഖബറിങ്കടയിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കുട്ടിയെ മറവ് ചെയ്യപ്പെട്ടതിന്റെ ബറക്കത്ത് കൊണ്ട് അതിന്റെ പരിസരത്തുള്ള മുഴുവൻ ഖബറിലും അല്ലാഹ് റഹ്മത്ത് നൽകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് മാലാഖമാരെ പോലെ നമ്മുടെ നാട്ടിലേക്ക് നടന്നു വരുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ പോലോത്ത ആ മുതഅല്ലിമീങ്ങളെ നമ്മൾ ആദരിച്ചോളണോ. അവർക്ക് നമ്മൾ ബഹുമാനം കൊടുത്തോളണോ. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തോളണോ. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്തോളണോ. അവരെ കൂടെ ഒരു മാലാഖയായി എന്റെ പൊന്നുമോനും വന്ന് ചെന്നാലല്ലേ എനിക്കും ഒരു സന്തോഷം കിട്ടൂ എന്നൊരു ചിന്തയിലേക്ക് വരണോ. ഓ എന്റെ ഉപ്പ കുറച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കണ്ട. ഓ എന്റെ ജേഷ്ഠ സഹോദര, നിങ്ങളെ ഒരു അനിയനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മനസ്സ് വേണോ. ഓ എന്റെ ഉമ്മ നല്ല ഒരു തൊപ്പി വാങ്ങിയിട്ട്, ഒരു നല്ല വലമ്പാലും ചുക്കയും വാങ്ങിയിട്ട്, ഒരു കരയില്ലാത്ത തുണിയും വാങ്ങിക്കൊടുത്ത്, നല്ല വൃത്തിയോടുകൂടി ഒരു തലപ്പാവും വാങ്ങിക്കൊടുത്ത് നമ്മുടെ കുഞ്ഞുമക്കളെ
ദർസിൽ വന്ന് സെറ്റായ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു മാസമല്ല, 2 മാസമല്ല, 3 മാസത്തിന്റെ ഉള്ളിൽ ഉസ്താദെ, ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ 1000 രൂപ CM മടവൂര് തങ്ങളുടെ പേരിൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം വേണോ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം വേണോ, മുതഅല്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ച് കാശ് വേണോ, അതിൽ 1000 രൂപ 6 മാസത്തിനുള്ളിൽ ഞാൻ കൊടുത്തോളാം. 1000 എന്നെ കൊണ്ട് കഴിയൂല ഉസ്താദേ. CM മടവൂര് തങ്ങളെ പേര് പറഞ്ഞു ചോദിച്ചതല്ലേ, 500 രൂപ ഞാൻ കൊടുത്തോളാം. എന്റെ രോഗം മാറണോ, എന്റെ വിഷമം മാറണോ, എന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദോഷം കൊടുക്കണോ, ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിലെ താജിലിടവയോടൊപ്പം CM മടവൂര് തങ്ങളുടെ കൂടെ പോകണോ, ഇങ്ങനെ നല്ല ഉദ്ദേശങ്ങൾ വെച്ച് 500 രൂപ ഇല്ല ഉസ്താദെ, 500 കഴിയൂല, 313 ഞാൻ കൊടുത്തോളാം എന്നൊരു 6 മാസത്തിന്റെ അവധിയിൽ ഏറ്റെടുക്കാമോ? ഓ എന്റെ മുമ്പിരിങ്ങളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഇവിടെ വരുന്ന മുതഅല്ലിമീങ്ങളുടെ ദുആയിൽ ഉൾപ്പെടാൻ, ആലിമീങ്ങളുടെ ദുആയിൽ ഉൾപ്പെടാൻ, നാളെ തങ്ങൾ ഉപ്പാപ്പ വന്ന് ദുആയിരിക്കുമ്പോ അതിലും ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപനം തന്നെയാണ്, ഇത് നടത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്നൊരു ബോധത്തോടുകൂടെ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുനാ മുഹമ്മദിൻ. നമ്മൾ മാത്രമാണ് നിങ്ങൾ വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളല്ലേ ഇല്ലെന്ന് ഒരുപാട് ആൾക്കാർ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹു ആ പ്രവാസികൾ മുഴുവൻ ആളുകൾക്കും നമ്മുടെ ദുആയിലെല്ലാം അവസരം നൽകുമാറാകട്ടെ. ബിഹഖി സയ്യിദുനാ മുഹമ്മദിൻ. രണ്ടാമതൊരാൾ ഒരു നീല ടീഷർട്ടുകാരൻ പറഞ്ഞില്ല, നിങ്ങളുടെ പേര് ഷിഹാബോ ജാബിർ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഓർക്കാമീൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ പരീക്ഷയിൽ വിജയം കൊടുക്കണേ അല്ലാഹ്. ഇപ്പോഴങ്ങളെ തുണ്ടൊക്കെ ഒന്ന് അളക്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീനിന്റെ മാതിരി ഇങ്ങനെ അളക്കിയാണ്. അല്ലാഹു തആല നമ്മളെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. മാവൂ തങ്ങൾ പാപ്പാന്റെ കാവല തരട്ടെ. ബിഹഖി സയ്യിദുനാ മുഹമ്മദിൻ. 6 മാസത്തിന്റെ ഉള്ളിൽ രണ്ടാമത്തെ 3ാമത്തെ ആൾ അവിടുന്ന് ആരോ നീച്ചോ, ഇബ്രാഹിം അല്ലേ, KPC ഇബ്രാഹിം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ, വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അതിന്റെ മുമ്പിൽ ഇതാ വേറൊരു ടവലക്കെട്ടുങ്ങാണ്ട്, എന്താ പേര്, റഹീം അല്ലേ, അല്ലാഹു കബൂലാക്കട്ടെ. എന്താ റഹീം ഖാന്ന് വിളിച്ചിട്ട, അത്ര വയസ്സൊന്നും ഇല്ല, അത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ കാന്ന് കൂട്ടെ, ഇഞ്ഞമ്മങ്ങളെ കാണുമ്പോൾ വയസ്സായെന്ന് തോന്നണാണ്. നമുക്കും അത്ര വയസ്സൊന്നുമില്ല. അല്ലാഹു മൂപ്പർക്ക് ഞമ്മക്ക് കാഫിയത്ത് തരട്ടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ണൂർക്കൊരു വേദന പോയേന്. അപ്പൊ കോഴിക്കോടെത്തിയപ്പോ വണ്ടിന്റെ ടയർ പൊട്ടി. ഇനിയിപ്പൊ അതെന്നാന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കണം. അപ്പൊ ടയറ് പൊട്ടിയപ്പോ ഞാൻ ബസ് പോണ്ടി വന്നു. ബസ് പോയപ്പോ അൽഹംദുലില്ലാഹ് ഞാൻ കന്തൂറൊക്കെ ഇട്ട് ഇതേമാതിരി ഷാളൊക്കെ ഇട്ടപ്പോ കയറി ചെന്ന ബസ്സുകാർക്കും തോന്നി ഇയാള് തിരക്കേടില്ല. അവര് ചെറുക്കം വന്ന ഉസ്താബടി ഇരുന്നോടി. ഞാൻ അപ്പൊ തന്നെ ഇരുന്നു ചെയ്തു, വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. കണ്ണൂർ വരെ എത്തണേ, ഒന്ന് ഉറങ്ങും. ഞാൻ അവിടെ ഇരുന്ന് ഉഷാറായി. കണ്ണിങ്ങനെ ചിമ്മുമുണ്ട്. സുബ്ഹാനല്ലാഹ്. മുമ്പത്തെ ഒരു സീറ്റില് ഭയങ്കര കുലുമാലി, 2 പെണ്ണുങ്ങൾ. പ്രശ്നം തന്നെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഞാൻ അങ്ങനെ കണ്ണു പതുക്കെ തുറന്നു, ആരാപ്പത്? അപ്പൊ പ്രശ്നാണ്. ചെന്നോക്കുമ്പോ എന്താ, ഒരു പെണ്ണാണ് ഈ സീറ്റ് ഇന്റേതാണ്, അതിന് മറ്റേ പെണ്ണ് അത് എന്റേതല്ല ഇന്റേതാണ്. അതിൽ ഓള് പറഞ്ഞു, ഞാനേ ഇത് കേറി വരുമ്പോ അതിന്റെ ജനൽ കൂടെ ഞാൻ ടവലിട്ട് നാട്ടി സീറ്റ് ബുക്ക് ചെയ്ത്, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലെ, സീറ്റ് ബുക്ക് ചെയ്ത്. അതില് മറ്റൊക്കെ ഇത് ബുക്ക് ചെയ്തിക്കണെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യം വന്നിരുന്നത്. അത് ഞാൻ ടവലിട്ട പിന്നെ ഇഞ്ചതായില്ലേ. അതിലോട് വന്നാൽ പിന്നെ എനിക്ക് ഡാർപ്പായിട്ടും കാണും വണ്ടിന്റെ മേലെ കൂടെ ഒന്നതിന്റെ തൊട്ടോടെ പിന്നെ ബസ് എനിക്കാക്കെ ഭയങ്കര കച്ചവടം. ഞാൻ പിന്നെ ആയിക്കൊന്ന് ഇടപെട്ട. ഞാൻ കണ്ടക്ടറെ വിളിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞു കാണുന്നില്ല, അവനായിട്ട് മനുഷ്യന് ഉറങ്ങണം, നിങ്ങൾ കണ്ണുമ്പിക്കൊള്ളു, കണ്ണടി
കണ്ണട ചെമ്മി തുറന്നു നോക്കുമ്പോ ഞാൻ എത്തി താഴെ കണ്ണൂരെത്തി. അപ്പൊ ഉറക്കം വന്നിട്ട് ഉറക്കിന്റെ ക്ഷീണത്തിൽ ഇതൊന്നും അറിഞ്ഞിട്ട് കണ്ണു തുറന്നപ്പോ ഈ പെണ്ണുങ്ങൾ അതേ ഒരു സീറ്റ്, ആ സീറ്റിന് വേണ്ടി ഇവര് കുഴപ്പമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ സീറ്റ് ഇപ്പോഴും കാര്യം രണ്ടാളും ഇരുന്നിട്ടില്ല. എന്താ ഈ കുഴപ്പമൊക്കെ ഉണ്ടായിട്ട് പോലെ ഇരിക്കാഞ്ഞ് ആരെങ്കിലും അതിന് തുപ്പിട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ കുറെ ആലോചിച്ചു. അതിന് ഞാൻ കണ്ടക്ടറോട് വെച്ച് എന്താ പോലെ ഇരിക്കാതെ, അതൊന്നും പറയണ്ട, ഞാൻ അതിനനുസരിച്ചൊരു മരുന്ന് അവിടെ കൊടുത്തിക്കണേ. എന്താ മരുന്ന്? അത് ഞാൻ അവിടെ ചെന്നങ്ങാണ്ട് കുഴപ്പമുണ്ടാക്കണ പെണ്ണുങ്ങളോ നിങ്ങൾ ഇങ്ങനെ തർക്കാക്കുന്ന പെണ്ണുങ്ങളിൽ ആരാ വയസ്സായ ഓല് ഇരുന്നോളൂ, അതാണല്ലോ അതിന്റെ മാന്യത. അങ്ങനെയാണ് മൂത്ത ആൾക്കാർ ഇരിക്കണം എന്നാണ്. അതുകൊണ്ട് രണ്ടാളും ഇരുന്നില്ല, കാരണം ഇരുന്ന് കഴിഞ്ഞാൽ മൂത്തതായി പോകും. വയസ്സാകൂല, വയസ്സായി കഴിഞ്ഞാൽ മാനക്കേടാണ്. ഈ വയസ്സാകാരനെ പെണ്ണുങ്ങൾക്ക് തീരെ പറ്റൂല. നമ്മളമ്മമാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. ഓലെപ്പോ കണ്ടാലും നിങ്ങളൊന്ന് സോപ്പിട്ടിട്ട് ഇപ്പോഴും ആ ചെറുപ്പക്കാരത്തി എന്ന് പറഞ്ഞോക്കാണെങ്കിൽ നല്ല ചോറും കൂട്ടാനും വെയിച്ചാൻ വെക്കുക. ഇനിയിപ്പോ നാളെ തന്നെ പറയണ്ട, ഉള്ള ചോറും പാത്തിലാവും. കുറച്ച് കഴിയുമ്പോ ഓരൊക്കെ മറന്നോളൂ. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ നമ്മളെ ആരാ പറഞ്ഞ എന്തിന് റഹീം, അള്ളാഹ് കബൂലാകട്ടെ, അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹ് വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, അള്ളാഹ് ഖൈറിന്റെ വാതില് തുറന്നു കൊടുക്കുമാറാകട്ടെ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദീൻ. മൂന്നായില്ലേ, മൂന്നോ നാലോ നാലല്ലേ, ഒരു 10 ഉറുപ്പിയെങ്കിലും നമുക്ക് കിട്ടുന്ന അവസ്ഥ. കെ ബി ഹുസൈൻ സാഹിബാര എത്രയാ? 1000 രൂപ. അള്ളാഹ് കബൂലാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. ഇബ്രാഹിക്ക് എത്രയാണ്? അബ്രാഹിക്കാനെ മോൻ എത്രയാണ്? നമുക്ക് ചോറ് ആ മീനൊക്കെ എന്താ പറയാ തിന്നിട്ട് മതിയാണ്. ചപ്പത്തിന് എടുത്തുണ്ട് ഈ ഉസ്താദ് ശുക്കൂർ ഉസ്താദിന്റെ വല്ലാത്ത നല്ല കൊളസ്ട്രോൾ കൂടും. അള്ളാഹ് ആരോഗ്യം തരട്ടെ, അള്ളാഹു ആ ഭക്ഷണം കബൂലാക്കട്ടെ. ഓരോ വകത്തിന് ഒരു 1000 രൂപ ഉസ്താദ് എഴുതിക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. മക്കൾക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. ആര് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചോ പിന്നീട് ആരെയോ സഹകരിച്ചോ മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കടമില്ലാതെ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കാൻ മുഅ്മിനീങ്ങൾ മുന്നിട്ട് വരുമ്പോ സിഎമ്മിൽ മടവൂര് തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറാ രോഗങ്ങളിൽ നിന്ന് നീ കാവൽ കൊടുത്തോളേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദീൻ. 5 6 ആറായില്ലേ ഞാൻ ആഫിയായിൽ കൊടുക്കട്ടെ, അല്ലാഹ് വലിയ ആലിമാക്കി കൊടുക്കട്ടെ, ഹാഫിളീങ്ങളിൽ കൊടുക്കട്ടെ, കുടുംബത്തിനും നാട്ടുകാർക്ക് ഉപകരിക്കുന്ന മക്കളായി വളരട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിമിതങ്ങളായ യഥാർത്ഥ ആശിഖീങ്ങളിൽ സ്നേഹിക്കുന്നവരിൽ ആ കുട്ടിയെയും ഞങ്ങളെ മക്കളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുമോനെ കണ്ട് മറ്റു മക്കളെ കൊണ്ട് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്. 6 7 ഒരു 8ാമത്തെ ഒരു 1000 ഒരു 3000 കൊടുക്കുക. ഒരു അജയരും കൈവക്കി. അജയന്റെ പേരെന്താ? ഹാജി ആകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആയിട്ടില്ല, ആകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹ് അതിനുള്ള വഴി കൊടുക്കട്ടെ. അള്ളാഹുവേ ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് തങ്ങൾ പാപ്പയുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് നിർവഹിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഒന്നിലേറെ തവണ തൗഫീഖ് നൽകണേ അല്ലാഹ്, അവസരം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റഹ്മാൻ. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ല അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദീൻ. 8 ആയി. 9ാമത്തെ ഒരു 1000. 9ാമത്തെ സലാം സഖാഫിയ. സലാം സഖാഫി ഉസ്താദിന്റെ വക ഒരു 1000 രൂപ. അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ. ചെറിയ ശമ്പളക്കാരെ ഓൽക്കൊക്കെ ഉണ്ടാകുക. അല്ലാഹുവേ നീ എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ കൊടുക്കണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഇന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവളെ മേലാറ്റൊരു ഭാഗത്തുണ്ട് ഒരു അബൂബക്കർ സഖാഫി ഉസ്താദ് ക്യാൻസർ പിടിപെട്ട് വലിയ പ്രയാസത്തിൽ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, ഖൈറൊക്കെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, ശർറൊക്കെ തട്ടി നീക്കണേ റഹ്മാനെ. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി.
ഇക്കൊല്ല ഹജ്ജിന് കിട്ടിയ മമ്മദും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഒരു 1000 രൂപ അല്ല കബൂലാകട്ടെ. അങ്ങനെ ഞാന് അബൂബക്കർ സഖാഫിനെ കാണാൻ പോയപ്പോ അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ പോയതാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ അപ്പുറത്തുണ്ട് പഴയ കാലത്ത് SKSF ഒക്കെ വലിയ സജീവ പ്രവർത്തകനായിരുന്ന ഒരു ഫൈസി. അദ്ദേഹത്തിന് 2 വൃക്കയും കേടുവന്ന് വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ ചോദിച്ചപ്പോ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല ഉസ്താദെ, എന്റെ അടുക്കൽ ആരും വരലില്ല, ഓലൊക്കെ എന്നെ മറന്നു, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഓല ഉണ്ടായിരുന്നു എന്ന് കരഞ്ഞ് വിഷമിച്ച് അദ്ദേഹം പറയുന്നു. ഹംസ സഖാഫി ഉസ്താദ്, ഹംസ ഫൈസി ഉസ്താദ്, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ കാവല് നൽകണേ അല്ലാഹ്. ബൈപ്പാസ് കഴിഞ്ഞു, ഇനി കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള പ്രയാസമാണ് പറയുന്നത്. ഒരു 25 ലക്ഷം രൂപയോളം ചെലവ് വരും. മക്കളെ നിർബന്ധത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ അതിന് കഴിവ്, അതിനുള്ള ശേഷിയൊന്നും റഹ്മാനെ ബിഹഖ് സയ്യിദന മുഹമ്മദ്, ബിഹഖ് സയ്യിദന മുഹമ്മദ്. അപ്പോ വരും ഇപ്പൊ ഒരു 10-10-1000 കൂടി, ഒരു 10-1000 കൂടി ചാൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തി. അതാ ഒരു ഉസ്താദ്, വേറൊരു ഉസ്താദ് പൊക്കീല് ഓൺലൈനിൽ മാഹിയിലെ ഒരു ഹുസൈൻ സഖാബി. ഉസ്താദിന്റെ പേരെന്താ? അബ്ദുറഹ്മാൻ സഖാബി ഉസ്താദ്. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ.